എന്തുകൊണ്ടാവും നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും കണക്ട് ചെയ്യാൻ പരസ്പരം ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുക എന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആകുന്നത്? കൊളംബിയയുടെയും പനാമയുടെയും ബോർഡറിലായി 100 മൈൽസിൽ മാത്രം വിസ്തൃതമായി നീണ്ടുകിടക്കുന്ന ഡാരിയൻ ഗ്യാപ്പ് എന്ന ഈ ഒരു പ്രദേശത്തൂടെ യാത്ര ചെയ്യുക എന്നതിനർത്ഥം മരണത്തിന്റെ വായിലൂടെ കടക്കുക എന്നതാണ്. This is the beginning of the journey through 66 miles of thick jungle. This land, no one is able to conquer. You can get robbed, you can get kidnapped, you can just disappear. It is the only stretch of the Americas where engineers could not build highway. നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2 കോണ്ടിനെന്റുകൾ. ഈ 2 പ്രദേശങ്ങളെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഈ ചെറിയൊരു ഭാഗമാണ് ദ ഡേറിയൻ ഗ്യാപ്പ്. ലാൻഡ് വഴി പരസ്പരം കണക്റ്റഡ് ആയിട്ട് കൂടിയും എന്ത് കാരണം കൊണ്ടായിരിക്കും ഒരു രാജ്യത്തിനും ഇവിടെ ഒരു ബ്രിഡ്ജോ റോഡോ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയാത്തത്? അമേരിക്കയ്ക്ക് പോലും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്തതിനു ശേഷവും ഈ ഒരു പ്രോജക്ട് ഫെയിൽഡ് പ്രോജക്റ്റായി ഡിക്ലെയർ ചെയ്യേണ്ടതായി വന്നു. അങ്ങനെ എന്താണ് ഈ ഒരു പ്രദേശത്തുള്ളത്? 1923 വാഷിംഗ്ടൺ DC ഒരു ക്ലോസ്ഡ് ഡോർ കോൺഫറൻസ് നടക്കുകയാണ്. അമേരിക്കയിലെയും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലെയും ടോപ്പ് ഡിപ്ലോമാറ്റ്സ് ചേർന്ന് ഒരു സ്വപ്നം കാണുകയാണ്. ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുക. ഭൂമിയുടെ നോർത്തേൺ മോസ്റ്റ് അലാസ്കയിലെ ബ്രൂഡോൺ പേയിൽ നിന്ന് തുടങ്ങി ഗ്ലോബിന്റെ അടുത്ത വശത്തേക്ക്, അതായത് സദൺ മോസ്റ്റ് അർജന്റീനയിലെ മഞ്ഞുമൂടിയ ടിയാർഗോ ഡെൽ ഫ്യൂഗോയിൽ എത്തിച്ചേരാൻ കഴിയും. അതായത് ദി എൻഡ് ഓഫ് ദി വേൾഡിൽ. ഇത് വളരെ വലിയൊരു അംബീഷ്യസ് പ്രോജക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത 60 വർഷത്തേക്ക് കുന്നുകളെല്ലാം അടിച്ചു നിരത്തി പാലങ്ങളും റോഡുകളും കൺസ്ട്രക്ട് ചെയ്തു. എവിടെയാണോ റോഡ് എൻഡാകുന്നത് അവിടെ ബോട്ടുകളും മറ്റനുബന്ധ സൗകര്യങ്ങളും സെറ്റ് ചെയ്തു. അങ്ങനെ അവസാനം നമ്മുടെ മുൻപിൽ 60 വർഷത്തിന് ശേഷം ലഭിച്ചതാണ് ഇത്, ദി പാൻ അമേരിക്കൻ ഹൈവേ. ഈ ഒരു ഹൈവേയുടെ നീട്ടം എന്ന് പറയുന്നത് ഏകദേശം 30,000 കിലോമീറ്റേഴ്സാണ്. 7 സീസണുകൾ, 14 രാജ്യങ്ങൾ, 2 കോണ്ടിനെന്റുകൾ. ഇത്രയും പ്രദേശങ്ങളെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന റൂട്ടാണിത്. എങ്കിൽ കൂടിയും 100 വർഷത്തിന് ശേഷവും ഈ ഒരു റൂട്ട് ഇൻകംപ്ലീറ്റഡ് ആണ്. ഏത് ഹൈവേ ആണോ അലാസ്കയിൽ നിന്ന് തുടങ്ങി അർജന്റീനയുമായി കണക്റ്റ് ആകുന്നത്, ഈ ഒരു പോയിന്റിൽ വെച്ച് ഈ ഒരു ഹൈവേ കട്ടാകുന്നു. 100 കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ ഡേറിയൻ ഗ്യാപ്പിൽ അങ്ങനെ എന്താണുള്ളത്? നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും പരസ്പരം കണക്ട് ചെയ്യുന്ന എക്സാക്ട് പോയിന്റ് കൂടിയാണിത്. അലാസ്കയിൽ നിന്ന് തുടങ്ങി അർജന്റീനയിൽ തീരുന്ന ഈ ഒരു ഹൈവേ ഏകദേശം 19,000 മൈൽസ് നീട്ടമേറിയതാണ്. എന്നാൽ പനാമയിലെ യവീസയിൽ വന്ന് ഇത് ബ്ലോക്ക് ആവുകയും പിന്നീട് കൊളംബിയയിലെ തുർബോയിൽ നിന്നുമാണ് ഇത് റീസ്റ്റാർട്ട് ആകുന്നത്. അങ്ങനെ എന്താണ് ഈ ഒരു പ്രദേശത്തുള്ളത്? ഈ ഒരു പ്രദേശത്തെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ ഒരു ഡെൻസ് ഫോറസ്റ്റ് ഒഴികെ വേറൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മരങ്ങളെല്ലാം വെട്ടി ഈ ഒരു പ്രദേശത്ത് ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്തുകൂടെ? ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുക എന്നത് പിന്നീടത്തെ കാര്യമല്ലേ? വാസ്തവത്തിൽ കഴിഞ്ഞ 400 വർഷത്തിനിടെ ഈ ഒരു പ്രദേശം ആർക്കും കോളനൈസ് ചെയ്യാനേ സാധിച്ചിട്ടില്ല. സ്കോട്ട്ലൻഡ്, അമേരിക്ക, ബ്രിട്ടീഷ് ആർക്കും തന്നെ ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാലത്ത് അമേരിക്കൻ കോണ്ടിനെന്റ് മുഴുവൻ ഇങ്ങനെ ഉണ്ടായിരുന്നപ്പോഴും ഡേറിയൻ ഗ്യാപ്പിൽ മാത്രം ആർക്കും ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 1690 എത്തുന്നു. ഒരു വശത്ത് സ്പെയിനും പോർച്ചുഗലുമെല്ലാം മുഴുവനായി എക്സ്പാൻഡ് ചെയ്യുന്ന സമയം, മറുവശത്ത് ഇംഗ്ലണ്ടും ഫ്രാൻസുമെല്ലാം തങ്ങളുടെ കൊളോണിയൽ എക്സ്പാൻഷൻ ചെയ്യുന്ന സമയം. ഇവരിൽ നിന്നെല്ലാം മാറി ഡച്ച് തങ്ങളുടെ ട്രേഡിംഗ് മോണോപ്പൊളി മുഴുവനായി എക്സ്പാൻഡ് ചെയ്യുന്ന സമയം. ഈ ഒരു റേസിൽ സ്കോട്ട്ലൻഡ് വളരെ പിന്നിലായിരുന്നു. പിന്നീട് വർഷമെത്തുന്നു 1698. സ്കോട്ട്ലൻഡ് ഗവർണറായ വില്യം പാറ്റേൺസന്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാകുന്നു. അന്നുവരെ ആരാലും കോളനൈസ് ചെയ്യപ്പെടാത്ത ഒരു പ്രദേശത്തെ കോൺക്വർ ചെയ്യുക, ദി ഡേറിയൻ ഗ്യാപ്പ്. 4 lakh പൗണ്ട് സ്പെൻഡ് ചെയ്ത് അങ്ങനെ അവർ ആ ഒരു മിഷന് യാത്രയായി. 25,000 പേരുടെ ഒരു വലിയ സഖ്യം. ഏതാനും മാസങ്ങൾക്കകം വളരെ വലിയ തോതിൽ ആളുകൾ മരണപ്പെടാൻ തുടങ്ങി. അങ്ങനെ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. രാജ്യം ബാങ്ക്രപ്റ്റ് ആവുകയും യുണൈറ്റഡ് കിങ്ഡവുമായി സ്കോട്ട്ലൻഡ് മെർജ് ആവുകയും ചെയ്തു. പിന്നീട് 1854 അമേരിക്കയും ഈ ഒരു റേസിലേക്ക് ചാടുന്നു. US നേവി ലൂട്ടനന്റ് ഐസക് സ്ട്രെയിൻ 27 പേരുടെ ഒരു ഗ്രൂപ്പുമായി ഇങ്ങോട്ടേക്ക് യാത്രയാകുന്നു. റോഡോ ബ്രിഡ്ജോ മറ്റും ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുമോ എന്നറിയാനായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു യാത്ര. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം പലരും മരണപ്പെടാൻ തുടങ്ങി. 49 ദിവസത്തെ തുടർച്ചയായ റെസ്ക്യൂ ഓപ്പറേഷന് ശേഷം മാത്രമാണ് ലൂട്ടനെ പോലും രക്ഷിക്കാൻ സാധിച്ചത്. സംസാരിക്കാൻ പോലും കഴിയാത്തൊരു പരുവത്തിലായിരുന്നു അവരെന്നുണ്ടായിരുന്നത്. അമേരിക്കൻ കോണ്ടിനെന്റ് മുഴുവനായി കീഴടക്കിയ സ്പെയിനിന് പോലും ഇവിടെ പിടിച്ചു നിൽക്കാനായില്ല. ഇതാണ് 1794 അമേരിക്കൻ കോണ്ടിനെന്റിൽ ഉണ്ടായിരുന്ന കോളനൈസേഷൻ. സ്പെയിനിൽ തുടങ്ങി റഷ്യയിൽ അവസാനിക്കുന്ന ഈ ഒരു കോളനൈസേഷൻ ഡാരിയൻ ഗ്യാപ്പിൽ മാത്രം നടന്നില്ല. അതായത് എല്ലാ രാജ്യങ്ങളും ഈ ഒരു പ്രദേശത്തിനു മുൻപിൽ കീഴടങ്ങേണ്ടതായി വന്നു. ഇനി മോഡേൺ എറയിലേക്ക് വന്നാൽ 1950s ഡാരിയനിൽ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ US ട്രൈ ചെയ്തതാണ്. ഇതിന്റെ ബ്ലൂ പ്രിന്റും റെഡിയായിരുന്നു, ഫണ്ടും അലോക്കേറ്റ് ചെയ്ത് ലഭിച്ചിരുന്നു. 1976 റോഡിന്റെ ഉദ്ഘാടനം നടക്കുമെന്നും പബ്ലിക്കായി പ്രസിഡന്റ് അനൗൺസ് ചെയ്യുകയുണ്ടായി. പക്ഷേ ചിന്തിക്കേണ്ട വിഷയം, ഇത്രയും രാജ്യങ്ങൾ ഫെയിൽഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണിത്. എന്ത് ധൈര്യത്തിലാണ് പിന്നീട് ഇവർ
ഇത്ര വലിയൊരു അനൗൺസ്മെന്റ് നടത്തിയത്? ഇവിടെ അവർക്കൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. പ്രോജക്റ്റ് പ്ലോഷെയർ. USA പനാമയുമായി ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേർന്നു. വേണ്ടി വന്നാൽ ഇവിടെ ബോംബ് എക്സ്പ്ലോഷൻ നടത്തി ഒരു ട്രെഞ്ച് ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി ഇവിടെ റോഡ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ ഇതിൻ്റെ ഒരു ആവശ്യം വേണ്ടി വന്നില്ല. ഈ ഒരു പ്രദേശത്തെ കോൺകർ ചെയ്യാനായി അമേരിക്ക തൻ്റെ ഏസ് പ്ലെയറിനെ തന്നെ കളത്തിലിറക്കി. US ബ്യൂറോ ഓഫ് പബ്ലിക് റെക്കോർഡ്സിൻ്റെ ചീഫായ ആംഗ്ലോ ഗിഗ്ലിയോ നാഷണൽ സൊസൈറ്റി ഓഫ് പ്രൊഫഷണൽ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇദ്ദേഹത്തിന് എഞ്ചിനീയർ ഓഫ് ദി ഇയർ അവാർഡും ലഭിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും പ്ലാൻ വളരെ സിമ്പിളായിരുന്നു. പസഫിക് കോസ്റ്റ് ലൈൻ പാരലൽ ജംഗിളിലൂടെ കടന്ന് നേരെ കൊളംബിയയിൽ എത്തിച്ചേരുക. കേൾക്കുമ്പോൾ ഈ ഒരു പ്ലാൻ വളരെ സിമ്പിളായി നിങ്ങൾക്ക് തോന്നിയേക്കാം. അങ്ങനെ അവർ കാട്ടിലേക്ക് എൻ്റർ ആകുന്നു. ഇവരെ ആദ്യമായി കാത്തിരുന്ന വെല്ലുവിളി എന്നത് നദികൾ തന്നെയായിരുന്നു. വെറും സാധാരണ നദികളല്ല, മറിച്ച് കുത്തിയൊലിക്കുന്ന നദികൾ. ഇവിടെ 1 or 2 നദികളല്ല, മറിച്ച് നിശ്ചിത ഇടവേളകളിൽ കുത്തിയൊലിക്കുന്ന ഭ്രാന്തമായ നദികളെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ടീം ഇവിടെ എൻ്റർ ആകുന്നതിന് മുൻപ്, അതായത് 1960-ൽ നാഷണൽ ജിയോഗ്രഫിക് ടീമിനും ഈ ഒരു പ്രദേശത്തൂടെ കടന്നു പോകണമായിരുന്നു. ഇവർക്കൊരു വാഹനം തന്നെ കടന്നു പോകാനായി ഏകദേശം 125 ടെമ്പററി ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു ഇവിടെ. ഇതിനുശേഷവും ഏകദേശം 101 ദിവസം എടുത്തു ഇവർക്ക് 100 നദികൾ കടക്കാൻ, അതായത് ഒരു ദിവസം ഒരു നദി. ഇവരുടെ മറ്റൊരു വലിയ വെല്ലുവിളിയായിരുന്നു 4500 mm വളരെ വലിയ തോതിലുള്ള റെയിനിങ്. അതായത് ഇന്ത്യയിൽ പെയ്യുന്നതിൻ്റെ 2 മടങ്ങ്. ഇത് 4 മാസമല്ല, മറിച്ച് 9 മാസം തുടർച്ചയായി പെയ്യും. അതായത് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വെറും 3 മാസ കാലയളവ് മാത്രമാണ് അവർക്ക് സർവേക്കുള്ളൂ. പക്ഷേ ഈ 3 മാസത്തിൻ്റെ ഇടയിലും ലാൻഡ് എന്നത് ഒരു ചതുപ്പ് നിലത്തിൻ്റെ രൂപത്തിലേക്ക് മാറും. അതായത് കാല് മുഴുവനായി താഴ്ന്നു പോകും. ഇതുപോലെ ഒരു ലാൻഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വലിയ തോതിൽ കൊതുകുകളെ നമുക്ക് കാണാൻ കഴിയും. ആഞ്ചലോയുടെ ടീമിലെ 250ഓളം വർക്കേഴ്സിന് മലേറിയയും യെല്ലോ ഫീവറും പിടിപെട്ടു. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റൂട്ട് മാറ്റാനും സാധിക്കില്ല. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറിയൻ്റെ 2 വശത്തും വളരെ വലിപ്പമേറിയ മൗണ്ടൻസ് ആണ്. സെൻറ്ററിലൂടെ മാത്രമേ യാത്ര നടക്കൂ. എങ്ങനെയൊക്കെയോ അവർ കഷ്ടപ്പെട്ട് ഡേറിയൻ ഗ്യാപ്പിൻ്റെ സെൻറ്റർ വരെ എത്തിച്ചേർന്നു. ഇനി അങ്ങോട്ടേക്ക് ഇതേപോലെയാവും യാത്ര എന്നാണ് അവർ എക്സ്പെക്ട് ചെയ്തത്. അതായത് അവർ പനാമ ടെറിട്ടറി കടന്ന് പാലോ ഡെ ലെട്രാസിൽ എത്തിച്ചേർന്നു. പഴയതുപോലെ തന്നെയായിരിക്കും യാത്ര എന്ന് കരുതി അവർ മാപ്പ് പോലും പ്രിപ്പയർ ചെയ്തിരുന്നു. അതായത് ഇനി ഇവിടെ ബ്രിഡ്ജോ അല്ലെങ്കിൽ റോഡോ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ് എന്നാണ് അവർ കരുതിയത്. പക്ഷേ ഈ ഒരു യാത്രയിൽ അവരെ അടുത്തതായി കാത്തിരുന്നത് ഒരു വളരെ വലിയ ചതുപ്പ് നിലമായിരുന്നു. ഇതുവരെ അവർ കണ്ട ഒരു രീതി ആയിരുന്നില്ല പിന്നീട് അങ്ങോട്ടേക്ക്. എങ്കിൽ കൂടിയും അവർക്കൊരു ഐഡിയ തോന്നുകയാണ്, ഇവിടെ ബ്രിഡ്ജിൻ്റെ ലെഗ്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അതിനായി അവർ ആദ്യം എടുത്തത് ഒരു കോൺക്രീറ്റ് ഡ്രം ആയിരുന്നു. ഈ ഡ്രം അവർ പതിയെ താഴേക്കിറക്കി. ചതുപ്പിൻ്റെ ആഴം കണ്ട് അവർ തന്നെ ഞെട്ടിപ്പോയി. ഏകദേശം 300 ഫീറ്റ് ആഴത്തിലേക്കായിരുന്നു ഈ ഡ്രം പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു 30 നിലയുള്ള കെട്ടിടത്തെ മുഴുവനായി വിഴുങ്ങാൻ കഴിയുന്ന ഒരു ചതുപ്പ് നിലമായിരുന്നു ഇത്. ഇതിൽ നിന്ന് അങ്ങനെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരു ബ്രിഡ്ജോ അല്ലെങ്കിൽ റോഡോ ഇനി ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുക എന്നത് ഇമ്പോസിബിൾ ആണ്. ഈ ഒരു പ്രദേശത്തിന്റെ ജിയോഗ്രഫി ഒരിക്കലും ഒരു ബ്രിഡ്ജോ റോഡോ കൺസ്ട്രക്ട് ചെയ്യാൻ അനുവദിക്കുന്ന ഒന്നല്ല. മോഡേൺ ഹ്യൂമൻസിനെ സംബന്ധിച്ചിടത്തോളം ഏതാനും മാസങ്ങൾ മാത്രമേ ഇവിടെ അതിജീവിക്കാൻ കഴിയൂ. എങ്കിൽ കൂടിയും അമേരിക്കയിൽ നിന്നും ചെറിയ ഗ്രൂപ്പുകളായി റീസർച്ച് ടീമുകൾ പലപ്പോഴും ഇവിടെ റീസർച്ച് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമേരിക്ക ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറുമെന്ന്? ജിയോഗ്രഫി സപ്പോർട്ട് ആവാത്തത് കൊണ്ട് അമേരിക്ക ഈ പ്രൊജക്റ്റ് നിർത്തിവെക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 1975 ശേഷം 20 വർഷത്തേക്ക് ഈ ഒരു പ്രൊജക്റ്റ് അവർ നിർത്തിവെച്ചിരുന്നു. പക്ഷെ പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് മറ്റൊരു പ്രശ്നം. ഇവിടെ ഉണ്ടായിരുന്ന ട്രൈബൽ ഗ്രൂപ്പുകൾ വളരെ വലിയ തോതിൽ പ്രൊട്ടസ്റ്റ് ആരംഭിച്ചു. ഞങ്ങളുടെ കൾച്ചറിനെയും ജംഗിളിനെയും റിവറിനെയും എല്ലാം നിങ്ങളുടെ ഈ റോഡ് നശിപ്പിക്കും. അതുകൊണ്ട് ഏതൊരവസ്ഥയിലും ഇത് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. വളരെ ചെറിയ തോതിൽ മാത്രം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്ന ഈ ഒരു ട്രൈബൽ മൂവ്മെൻറ്റ് പിന്നീട് വളരെ വലിയ തോതിൽ ഒരു മാസ് പ്രൊട്ടസ്റ്റിൻ്റെ രൂപത്തിലേക്കായി. അങ്ങനെ വ്യത്യസ്തങ്ങളാർന്ന പ്രദേശങ്ങളിൽ നിന്നും ഇവർക്ക് സപ്പോർട്ട് ലഭിക്കാൻ തുടങ്ങി. ഇന്റർ അമേരിക്കൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, വേൾഡ് ബാങ്ക് തുടങ്ങിയ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇവർക്ക് സപ്പോർട്ട് ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫണ്ടെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആവുകയും ചെയ്തു. ഒരു സമയത്ത് അമേരിക്കയുടെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്ന ഈ ഒരു റോഡ് കൺസ്ട്രക്ഷൻ ഇതുപോലെയുള്ള കാരണം കൊണ്ട് അവർ നിർത്തിവെക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ട്രൈബൽ പ്രൊട്ടസ്റ്റുകളും ഡാരിയൻ ജിയോഗ്രഫിയും എല്ലാം അമേരിക്കയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നും അമേരിക്ക പിന്മാറിയതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇത് അവരുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കും. ഇങ്ങനെയൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്താൽ അത് അമേരിക്കയുടെ സ്റ്റെബിലിറ്റിയെ തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കും. 1903 കൊളംബിയയെ 2 കഷ്ണമാക്കി പനാമയെ പുതിയൊരു രാജ്യമാക്കി അമേരിക്ക മാറ്റി. തുടർന്ന് 1914 കൂടി പനാമയും അമേരിക്കയും ചേർന്ന് പനാമ കനാൽ രൂപീകരിച്ചു. ഈ ഒരു കനാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അമേരിക്കൻ കോണ്ടിനെന്റിന്റെ ഈസ്റ്റും വെസ്റ്റും പരസ്പരം കണക്ട് ചെയ്യുന്ന റൂട്ട് കൂടിയാണ് പനാമ. കൂടാതെ അറ്റ്ലാന്റിക് ഓഷനിൽ നിന്നും പസഫിക് ഓഷനിലേക്ക് പോകാനുള്ള ഒരു ഷോർട്ട് കട്ട് കൂടിയാണിത്.
അതായത് ഇങ്ങനെ ഒരു കനാൽ രൂപീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഈ സൗത്ത് അമേരിക്ക മുഴുവൻ കറങ്ങി വേണം ഓരോ കോസ്റ്റിൽ നിന്നും അപ്പുറത്തെ കോസ്റ്റിലേക്ക് പോകാൻ. അത് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പനാമ വളരെയധികം പ്രോഫിറ്റബിൾ ആണ്. ഇന്ന് ലോകത്തിലെ ഏകദേശം 14,000-ലധികം ഷിപ്പുകൾ, 500 മില്യൺ ടൺസ് ഓഫ് ഗുഡ്, $270 ബില്യൺ ട്രേഡ് എല്ലാം ഈ ഒരു കനാൽ വഴി മാത്രമാണ് നടക്കുന്നത്. ഇത് അവർക്ക് വളരെയധികം പ്രോഫിറ്റബിൾ ആണ്. ഒരു വർഷം ഈ ഒരു കനാലിൽ നിന്നും USA ലഭിക്കുന്നത് ഏകദേശം $5.6 ബില്യൺ ആണ്. ഡേറിയനിൽ പുതിയൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്താൽ അമേരിക്കയുടെയും പനാമ കനാലിന്റെയും സിഗ്നിഫിക്കൻസ് തന്നെ എന്നേക്കുമായി ഇല്ലാതാകും. ഇങ്ങനെ ഒരു എക്കണോമിക് മോട്ടീവ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്ക ഇവിടെ ഇതുവരെ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കാത്തത്, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് എന്നേക്കുമായി വിട്ടത്. ഡേറിയൻ ഗ്യാപ്പിൽ ഒരു ബ്രിഡ്ജോ റോഡോ കൺസ്ട്രക്ട് ചെയ്യാതിരിക്കാൻ അടുത്ത റീസണായി USA കാണുന്നത് ഇല്ലീഗൽ മൈഗ്രേഷൻ തന്നെയാണ്. ഇവിടെ ഒരു റോഡ് കൺസ്ട്രക്ട് ആയാൽ സൗത്ത് അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും വളരെ ഹ്യൂജ് എമൗണ്ടിൽ മൈഗ്രേഷൻ നേരെ USA നടക്കും. ഓൾറെഡി USA സീയിലും എയർ റൂട്ടിലും സർവൈലൻസ് നടത്തി വരികയാണ്. ഇതിനു പുറമെ മെക്സിക്കോയും തങ്ങളുടെ വിസ റൂൾസ് വളരെയധികം റിജിഡ് ആക്കിയിരിക്കുകയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇമിഗ്രൻസ് അർജന്റീന, വെനൻസുല, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ലാൻഡ് ആവുകയും അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യും. അതിനായി അവർ ഉപയോഗപ്പെടുത്തുന്ന റൂട്ട് എന്നത് ഡേറിയൻ ഗ്യാപ്പിലെ ആ വൈൽഡ് ജംഗിൾ തന്നെയാണ്. യാതൊരുവിധ ഹെൽത്ത് കെയറോ സെക്യൂരിറ്റിയോ ഒന്നുമില്ലാതെയാണ് 1000-ലധികം വരുന്ന ആളുകൾ ഈ യാത്ര തുടങ്ങുന്നത്. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, ഡ്രഗ്സ് വാർ, ക്രൈം തുടങ്ങിയ വ്യത്യസ്തങ്ങളാർന്ന കാരണം കൊണ്ടാണ് അവർക്ക് അവരുടെ രാജ്യം വിടേണ്ടതായി വരുന്നത്. തങ്ങൾ ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്നും മാറി തങ്ങൾക്ക് നല്ല പുതിയൊരു ജീവിതം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ ഈ യാത്ര തുടങ്ങുന്നത്. ദിവസങ്ങളോ ആഴ്ചകളോ അല്ല, മറിച്ച് മാസങ്ങളെടുക്കും ഇവർക്ക് ഈ യാത്ര പൂർത്തീകരിക്കാൻ. 2021-ൽ 1.3 ലാഖ് മൈഗ്രൻസ് ആണ് ഇതിലൂടെ കടന്നത്. 2022-ലോ സംഖ്യ ഡബിൾ ഇരട്ടിയായി. 2023-ഓടുകൂടി ഈ സംഖ്യ 5 ലക്ഷത്തിന് മുകളിലായി. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്താൽ ഇവിടെയുള്ള രാജ്യങ്ങൾക്ക് അത് എത്ര വലിയ അപകടകരമായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഡേറിയൻ ഗ്യാപ്പിൽ ഇതുവരെ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കാത്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യാനും വീഡിയോ പരമാവധി കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.